കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശാസ്ത്ര അസംബ്ലി ശ്രദ്ധേയമായി. മിഷൻ സൗത്ത് 2025 ഭാഗമായാണ് വേറിട്ട പരിപാടി സ്കൂളിൽ സംഘടിപ്പിച്ചത്. കുട്ടികളിൽ ശരിയായ ശാസ്ത്രബോധവും ശാസ്ത്ര സ്നേഹവും വളർത്താൻ ലക്ഷ്യമിട്ട് കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂളിൽ സംഘടിപ്പിച്ച ശാസ്ത്ര അസംബ്ലി വേറിട്ട അനുഭവം സമ്മാനിച്ചു. ക്ലാസ് മുറികളിൽ നിന്ന് മാത്രം പഠിച്ച് അവസാനിപ്പിക്കേണ്ടതല്ല ശാസ്ത്ര പഠനമെന്നും ഇത്തരം അറിവുകൾ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രയോഗിക്കുന്നതിലൂടെ മാത്രമേ ശാസ്ത്രബോധമുള്ള സമൂഹം കെട്ടിപ്പൊക്കാനാകൂ എന്ന തിരിച്ചറിവാണ് ശാസ്ത്ര അസംബ്ലി എന്ന ആശയത്തിൽ എത്തിച്ചത്. ശാസ്ത്ര അറിവുകൾ നേടാൻ മാത്രമല്ല അത് പ്രയോഗിക്കാനും കൂടിയുള്ളതാണ്. ഈ തിരിച്ചറിവാണ് ഞങ്ങളെ ഇത്തരം ചിന്തയിലേക്ക് നയിച്ചത്. അറ്റൻഷൻ. സ്കൂൾ അസംബ്ലിയുടെ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ച് വ്യത്യസ്തമാർന്ന ശാസ്ത്ര വിഭവങ്ങൾ ഉൾപ്പെടുത്തിയാണ് അസംബ്ലി. അസംബ്ലിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച ശാസ്ത്ര മാജിക് ലഹരികൾക്കെതിരെ ശക്തമായ സാമൂഹ്യ സന്ദേശം കൈമാറുന്ന ഒന്നായി മാറി. മക്കളെ എന്നെ വിളിക്കുന്നൊന്ന് ശ്രദ്ധിക്കുക. എന്താണ് സംഭവിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചോളൂ. അത്ഭുതകരമായ ദൃശ്യം ലഹരിക്കെതിരെ ബോധവൽക്കരണ സ്തൂപം ശാസ്ത്ര മാജിക്കിലൂടെ ജ്വലിച്ചപ്പോൾ കുട്ടികളുടെ അമ്പരപ്പും ആകാംക്ഷയും ഇരട്ടിയായി. ജ്വലിക്കുന്ന ശാസ്ത്രസ്തൂപം, ശാസ്ത്രം സത്യമാണ് പോസ്റ്റർ ക്യാമ്പയിൻ, ലിറ്റിൽ സയന്റിസ്റ്റുകളുടെ പരീക്ഷണ അവതരണങ്ങൾ, ശാസ്ത്രജ്ഞരുമായി സംവദിക്കൽ, പരിസ്ഥിതി ഗാനം, നൂതന ശാസ്ത്ര വാർത്തകൾ ഉൾപ്പെടുത്തി ശാസ്ത്ര വാർത്ത വായന, ശാസ്ത്രദിന ചൈതന്യം, ശാസ്ത്രചിന്ത പങ്കുവയ്ക്കൽ തുടങ്ങിയ ഇനങ്ങൾ ശാസ്ത്ര അസംബ്ലിയെ മികവിൽ മികച്ചതാക്കി. മിഷൻ സൗത്ത് 2025 ഭാഗമായി സ്കൂളിൽ വിവിധ ഭാഷാ അസംബ്ലിയും ക്ലാസ് അസംബ്ലിയും നടന്നുവരികയാണ്. ശാസ്ത്ര അസംബ്ലി എന്ന പുതുമയാർന്ന ആശയത്തിന് സ്കൂളിലെ കുട്ടികളിലൂടെ ജീവൻ വെച്ചപ്പോൾ ഏറ്റവും ശക്തമായ ശാസ്ത്ര അസംബ്ലി അവതരിപ്പിക്കപ്പെട്ടു. പ്രധാനാധ്യാപകൻ അബ്ദുൽ ബഷീർ അസംബ്ലി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നമ്മുടെ GVHSS കാഞ്ഞങ്ങാട് എന്ന മഹത്തായ പൊതുവിദ്യാലയം ഓരോ ദിവസവും പുതുചരിത്രങ്ങൾ രചിക്കുക. ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മള് ഭാഷാ അസംബ്ലികളിലൂടെ അമ്പരപ്പിച്ചുവെങ്കിൽ ഇന്നിതാ ശാസ്ത്ര അസംബ്ലി എന്ന പൊതു രംഗത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. സ്കൂൾ ലീഡർ ലസ്ന അസംബ്ലി ഓർഡർ നൽകി. 10ാം തരം വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മി KV അസംബ്ലി ആങ്കറിംഗ് നടത്തി. കുട്ടികളായ ദേവഹർഷ അശോക്, ദയാ സന്തോഷ്, ദൃശ്യ താര, അനന്യ, ഭവ്യനന്ദ, ശിഖ, നിദ ഫാത്തിമ, ശ്രേയസ്, ധനഞ്ജയ് പ്രദീപ് എന്നിവർ വിവിധ ശാസ്ത്ര അവതരണങ്ങൾ നടത്തി. GVHSS കാഞ്ഞങ്ങാടെന്ന ഈ മഹത്തായ പൊതുവിദ്യാലയം ഈ വർഷം മിഷൻ സൗത്ത് 25 എന്ന പേരിൽ വളരെ ദീർഘകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിരവധി വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാലയത്തെ അടയാളപ്പെടുത്താനും നമ്മുടെ കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യങ്ങളിലൂടെയാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ വ്യത്യസ്തമായ ഭാഷകളെ അധികരിച്ചുള്ള ഭാഷാ അസംബ്ലികളാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് വളരെ വ്യത്യസ്തമായ നൂതനമായ മറ്റൊരു അസംബ്ലിയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ശാസ്ത്ര അസംബ്ലി. ശാസ്ത്ര തത്വങ്ങൾ, ശാസ്ത്ര സത്യങ്ങൾ അത് കുട്ടികളിലേക്കും അതുവഴി സമൂഹത്തിലേക്കും എത്തിക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യമാണ് ഈ ശാസ്ത്ര അസംബ്ലിയിലൂടെ നമ്മൾ കൈവരിക്കുന്നത്. തീർച്ചയായും ഇതിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ശാസ്ത്ര അധ്യാപകരുണ്ട്, കുട്ടികളുണ്ട്, ബാക്കി അതിന് പിന്തുണ നൽകിയ രക്ഷിതാക്കളുണ്ട്, PTA, SMC, മദർ PTA സംവിധാനങ്ങളുണ്ട്. ഇവരെല്ലാവരെയും ഈ സമയത്തെ അനുസ്മരിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. സയൻസ് ക്ലബ് കൺവീനർ രജിത ടീച്ചർ സംസാരിച്ചു. സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയോടെ അവതരിപ്പിച്ച ശാസ്ത്ര അസംബ്ലി മിഷൻ സൗത്ത് പദ്ധതിയിലെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയായി മാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.